നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പുന്നമടക്കായലിൽ തീപിടിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. അവസാനഘട്ട പരിശീലനത്തിൽ കഠിന പരിശ്രമത്തിലാണ് തുഴച്ചിലുകൾ. വിട്ടുവീഴ്ചയില്ലാത്ത വ്യായാമമുറകളുമായി ഒരു മാസത്തോളം ക്യാമ്പിലായി തുഴച്ചിലുകാരും സംഘാടകരും പരിശീലകരും എല്ലാവരുമുണ്ട്. ആതിഥേയരായ പുന്നമട ക്ലബ്ബും നടുഭാഗം ഫാൻസ് ക്ലബ്ബും തുഴയുന്ന നടുഭാഗം ചുണ്ടന്റെ പരിശീലന ക്യാമ്പിൽ നിന്നും മനീഷ് മഹിപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. അരുൺകുമാർ, പുന്നമടക്കായലിലെ പൊന്നോളങ്ങൾക്ക് തീ പിടിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനവട്ട കഠിനമായ പരിശ്രമത്തിലാണ് ഓരോ ക്ലബ്ബും ഉള്ളത്. ഞാൻ നിൽക്കുന്നത് ആതിഥേയരായ പുന്നമട, അതായത് നടുഭാഗം ഫാൻസ് തുഴയുന്ന നടുഭാഗം ചുണ്ടന്റെ കരയിലാണ്. ആതിഥേയരായ ക്ലബ്ബ് കൂടിയാണ്. അവർ അവസാനവട്ട പരിശ്രമത്തിലാണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ 2ാം സ്ഥാനം ആയിപ്പോയി. അതായത് ചെറിയ വ്യത്യാസത്തിനാണ് കഴിഞ്ഞ തവണ ഇവർക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടു പോയത്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തി. പക്ഷേ ഇത്തവണ അത് മുറുകെ പിടിക്കും. ഇത്തവണ കപ്പില്ലാതെ കരയിലേക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെയുള്ള 80 തുഴച്ചിലുകാരും 21 ഇതര സംസ്ഥാന തുഴച്ചിലുകാരും ഉണ്ട്. അങ്ങനെ കനത്ത ആവേശം കരയിലുള്ളപ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷ? അതായത് കഴിഞ്ഞ 2ാം സ്ഥാനമാണ്, ഇത്തവണ കപ്പ് ഉറപ്പാണോ? തീർച്ചയായിട്ടും 100% മനസ്സും ശരീരവും അർപ്പിച്ചു കഴിഞ്ഞിട്ടു. ഇനി ഒരു ദിവസം, നാളത്തെ ഒരു ദിവസം റെസ്റ്റ്, മറ്റന്നാളെന്ന് പറയുന്നത് ഞങ്ങളുടെ ദിവസമാണെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നല്ല കായികക്ഷമതയോടുകൂടെ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം, അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് നെഹ്റു ട്രോഫി ഈ കുറി 3ാം പാദ മത്സരത്തിലും ഫൈനലിൽ ഉഗ്രമായ തുഴച്ചിൽ നടത്തി ഞങ്ങൾ ആ ലക്ഷ്യത്തിലെത്തിയിരിക്കും. 100% ഉറപ്പ്. ചില ആളുകൾ 25%-ലധികം ഇതര സംസ്ഥാന തുഴച്ചിലുകാരെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അത് അങ്ങനെയുള്ള ക്ലബ്ബുകൾ ഉണ്ടാവും ഇത്തവണ? 30, 45, 50 പേരെ വെളിയിൽ നിന്നുള്ള കായിക താരങ്ങളെ കൊണ്ടുവന്ന് പരിശീലനം നടത്തുന്നുണ്ട്. പരിശീലനത്തിൽ നടത്തുന്നതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. മറിച്ച് വള്ളത്തേൽ മത്സര സമയത്ത് 25%, അത് 25 പേരല്ല, 80 തുഴച്ചിൽക്കാരുണ്ടെങ്കിൽ അതിന്റെ 25%. അല്ലാതെ വള്ളത്തേലെ മുഴുവൻ ആളുകളുടെ അല്ല, തുഴച്ചിൽക്കാരുടെ 25%. അപ്പോൾ ആ നിയമത്തിനനുസരിച്ച് ഓരോ വള്ളത്തിലുണ്ടാകും. ഞങ്ങളുടെ വള്ളത്തേൽ ആനുപാതികമായി ഇരിക്കാൻ പറ്റുന്നത് 20 ആളുകൾക്കാണ്. ഞങ്ങൾ 20 ആളുകളെയും വെക്കൂല. ഞങ്ങൾ 19 ആളുകൾ മാത്രമായിരിക്കും നമ്മുടെ വള്ളത്തിലുണ്ടാവുക. അതുകൊണ്ട് അന്യസംസ്ഥാന കായിക താരങ്ങളെ കൂടുതൽ കയറ്റി, അപ്പൊ നമ്മുടെ കുട്ടികൾ മോശമാണോ? മലയാളി കുട്ടികൾ കരുത്തന്മാരല്ല, അല്ല മിടുക്കന്മാരല്ല. നിങ്ങൾക്ക് നോക്കിയേ, ആ കരുത്തിന് മുമ്പിൽ ആ കരുത്തുമായിട്ട് തന്നെ കുട്ടനാടൻ കരുത്ത്, മലയാളം കരുത്തുമായി നെഹ്റു ട്രോഫിയുടെ ഈ എഡിഷനിൽ കൊടുങ്കാറ്റ് പോലെ പുന്നമട ബോട്ട് ക്ലബ് അവിടെ ആഞ്ഞടിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു മാസത്തോളം ക്യാമ്പിൽ ചിട്ടയായ വ്യായാമ മുറകൾക്കൊടുവിൽ ഇതാ അവർ പുന്നമടയിലേക്ക് പരിശീലനത്തിന് ഇറങ്ങാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. കഴിഞ്ഞ കൊല്ലം എന്തായാലും സെക്കൻഡ് ആയിപ്പോയി. ഈ കൊല്ലം ഉറപ്പായിട്ടും இந்த வாட்டி மிஸ் ஆகாது. പുന്നമടയിൽ ഓളങ്ങൾക്ക് തീപിടിക്കുന്ന അവസാന മണിക്കൂറുകളിൽ ആതിഥേയരായ പുന്നമട ക്ലബ്ബ് വലിയ ആവേശത്തിലാണ്. നടുഭാഗം ചുണ്ടന്റെ പ്രത്യേകത 2 വനിതാ ക്യാപ്റ്റന്മാരുണ്ടെന്ന വലിയ പ്രത്യേകതയുള്ള ക്ലബ്ബ് കൂടിയാണ്. ഇതിന്റെ മെയിൻ സംഘാടകൻ, നടുഭാഗം ഫാൻസ് ക്ലബിന്റെ മെയിൻ സംഘാടകൻ കൂടി നമുക്കിപ്പോൾ ചേർന്നു. ചേട്ടാ, ഇത്തവണ 2 വനിതകൾ ക്യാപ്റ്റനായ ക്ലബ്ബ് കൂടിയാണ് നടുഭാഗം ഫാൻസ് ക്ലബ്ബ്. നടുഭാഗം ചുണ്ടനുണ്ട്. ചരിത്രം ഉറങ്ങുന്ന ഒരു ചുണ്ടൻ വള്ളം കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ പ്രാവശ്യം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്ന 2 വനിതകളാണ് ക്യാപ്റ്റൻ. അനു ആൽബർട്ട് പുലിക്കാട്ടിലും അന്ന റോസ് ജിൻഡോയും. എന്റെ പേര് ജിൻഡോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റനായിരുന്നു. നടുഭാഗം പുന്നമട കളിച്ചപ്പോൾ ക്യാപ്റ്റനായിരുന്നു. ഈ പ്രാവശ്യം മകളാണ് വൈസ് ക്യാപ്റ്റൻ. അപ്പോൾ വളരെ ശക്തമായിട്ട് ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചുണ്ടിനും കപ്പിനും നഷ്ടപ്പെട്ട ഇത് നമ്മൾ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും 2026 നടുഭാഗം കരയ്ക്കും പുന്നമട കരയിലും കൊണ്ടുവന്നിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം മാത്രമാണുള്ളത്. കപ്പിൽ കുറയാത്ത മറ്റൊന്നുമില്ലെന്ന് തന്നെയാണ് ഇവർ ഉറച്ചു പറയുന്നത്. ക്യാമറമാൻ എസ് സജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിപാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.